ഇപ്പൊ നമ്മുടെ ശിരൂരിൽ നടന്ന ആ മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ പ്രിയ സഹോദരൻ അർജുനന് വേണ്ടി രാവുമില്ല പകലുമില്ലാതെ കഷ്ടപ്പെട്ടും കാത്തുകിടന്നും ഒക്കെ ആ ഒരു ദുരന്തം നടന്ന സമയം മുതൽ കണ്ണീര് പോലും ഒന്ന് ഒപ്പിയെടുക്കാൻ പോലും സമയമില്ലാത്ത രാത്രികളും പകലും ഒക്കെ കയറി ഇറങ്ങി എന്ന് പറഞ്ഞ പോലെ ആ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഈ അർജുൻ്റെ മുതലാളിയാണ്. മുതലാളി എന്ന് ഉദ്ദേശിക്കുന്നത് അവൻ ഓടിച്ചിരുന്ന വാഹനത്തിൻ്റെ ഓണർ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇന്ന് സാധാരണക്കാരൻ്റെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ ശമ്പളമാണ് അർജുന് മനാഫ് കൊടുത്തിരുന്നത്. അതല്ലാതെ മനാഫിന് വേണ്ടി ചുമ്മാ വാഹനം ഓടിച്ച് കർണാടകയിൽ പോയി കേരളത്തിലേക്ക് സാധനം കൊണ്ടുവന്നു, കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് സാധനം കൊണ്ടുപോയി, ഇങ്ങനെ വെറുതെ ചുമ്മാ അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിരുന്നതല്ല. മനാഫ് അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു ശമ്പളം കൊടുത്തു തന്നെയാണ് അർജുൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അവരുടെ ആ വീടും മറ്റുമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70,000 രൂപയിലും കൂടുതൽ മാസം ശമ്പളം കൊടുത്തിരുന്നു എന്ന് പറയുന്നു മനാഫ്. അപ്പോൾ ഇപ്പോൾ ഇനി മനാഫ് ഒരു വാഹനം മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അർജുൻ എന്ന് ഇടുമത്രേ. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനും അർജുൻ എന്ന് പേരിടും എന്നുള്ള ആ ഒരു സഹോദരനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ആ പേരിനോടുള്ള പ്രണയം കൊണ്ടായിരിക്കാം മനാഫ് ആ പേര് സ്വീകരിച്ചുകൊണ്ട് ആ വാഹനത്തിനോ അതല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങൾക്കോ പേരിടാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഇത് മറ്റ് ചിലർ അതിനെ വ്യാഖ്യാനിച്ച് ഒരു മുസ്ലിമായ ഒരു വ്യക്തി എന്തിനാണ് അർജുനന്റെ ഈ പേര് സ്വീകരിക്കുന്നത്, അതല്ലെങ്കിൽ അർജുന്റെ പേര് വെച്ചുകൊണ്ട് യൂട്യൂബ് ചാനൽ എന്തിനാണ് തുടങ്ങിയത് എന്നുള്ള ആ ഒരു രീതിയിൽ ഉള്ള ഒരു നിന്ദിക്കലും അതുപോലെ തന്നെ ആ വ്യക്തിയെ ഇത്രയും നാളും കണ്ടിട്ടില്ല എന്നുള്ള ഒരു സ്വരവുമായിട്ടാണ് അവരുടെ കുടുംബവും ഒക്കെ വന്നിട്ടുള്ളത്. മനാഫ് എന്ന് പറയുന്ന വ്യക്തി വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, എൻ്റെ സഹോദരനാണ് അർജുൻ, ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന് പറയുന്നു. ഇന്ന് നമ്മൾ നാട് വിട്ടു പോകുന്നു. നാട് വിട്ടു പോയി മറ്റൊരു മുതലാളിയുടെ കൂടെ നമ്മൾ ജോലി ചെയ്യുന്ന സമയം ആ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളിക്കും ആ മുതലാളിക്കും മാത്രമേ ആ ബന്ധം എത്രത്തോളം ഭംഗിയായിട്ടുള്ള രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് അവരും ആ ഒരു സഹോദര ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ മനാഫിന്റെ വാഹനം ഓടിച്ചിരുന്ന അർജുനെ കുറിച്ച് മനാഫിന് വാത്തോരാതെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. അപ്പോ അർജുന്റെ ആ ഒരു പേരിട്ടു എന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? അവരുടെ അമ്മക്ക് പ്രശ്നം, അവരുടെ വീട്ടിലുള്ള ആളുകൾക്ക് പ്രശ്നം. മനാഫ് അർജുന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് പണപ്പിരിവ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തുമ്പോൾ അത് ഭയപ്പെട്ട് പിന്നോട്ട് ഓടുന്ന വ്യക്തിയാണോ മനാഫ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വളരെ തെറ്റാണ്. കാരണം അർജുന് വേണ്ടി മനാഫ് ഒരു തുട്ട് പോലും ഒരാളിൽ നിന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട് മനാഫ്. അങ്ങനെ ഒരു എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം. ആ വ്യക്തിയെ കൊണ്ടുവന്നാൽ ഞാൻ നടു റോട്ടിൽ ഞാൻ നിന്ന് തരാം, നിങ്ങൾക്ക് കല്ലെറിഞ്ഞ് എന്നെ കൊന്നോ എന്നുള്ള ഒരു ആർജവത്തോടു കൂടി ഒരു പുരുഷൻ എന്ന് തന്നെയാണ് അതിനെ കൃത്യമായിട്ട് പറയാൻ കഴിയുക. കാരണം പെൺകൂസന്മാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതി വേറെയാണ്. അപ്പോ ആ പുരുഷന്റേതായിട്ടുള്ള ആ ഒരു തൻ്റെ ഇടം മനാഫ് അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ എത്രമാത്രം അർജുനോടുള്ള ആ ഒരു സ്നേഹം ആ മനസ്സിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ ഏത് രൂപത്തിലാണ് മനാഫിനെ ഒരിക്കലും കാണാത്ത രൂപത്തിലുള്ള ആ ഒരു സംസാര രീതികളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? അതിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അതല്ലെങ്കിൽ അർജുന്റെ വീട്ടുകാർ ധരിച്ചു വെച്ചിട്ടുള്ളത് ഈ മണ്ണിടിച്ചിലിൽ ആ മനാഫിന്റെ വാഹനം ആ ഗംഗാവാലി പുഴയിൽ അമർന്നു, ആ വാഹനം നശിച്ചു. അപ്പൊ ഇനി ഒരു അതിന്റെ ക്ലെയിം കിട്ടുന്നുണ്ടെങ്കിൽ അത് അർജുന് കിട്ടും എന്നുള്ള ധാരണയിലാണ് അർജുന്റെ കുടുംബക്കാർ ഇരിക്കുന്നതെങ്കിൽ അത് വളരെ തെറ്റാണ്. കാരണം
ഒരു വാഹനത്തിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയ നിസ്സാര പൈസയുടെ ഒരു വാഹനമല്ല ഇത്. ആ വാഹനത്തിന് ഇൻഷുറൻസ് തുക കിട്ടുന്നുണ്ടെങ്കിൽ അത് മനാഫിന് തന്നെയാണ് കിട്ടുക. അതിൽ വാഹനം ഓടിച്ച വ്യക്തിക്കല്ല കിട്ടുക. ആ വാഹനത്തിനും ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻഷുറൻസിന്റെ ഒരു ഭാഗം അർജുനും കിട്ടും. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മനാഫിനെ അങ്ങോട്ട് തള്ളി വിട്ടുകഴിഞ്ഞാൽ ഈ ക്ലെയിം അർജുന് കിട്ടും എന്നുള്ള ഒരു ധാരണയിൽ ഇരിക്കുകയാണെങ്കിൽ ഈ മുണ്ടക്കൈ ചൂരൽമലയിൽ സംഭവിച്ച ആ മണ്ണിടിച്ചിലിൽ എത്രയോ മനുഷ്യർ മരണപ്പെട്ട് പോയിരിക്കുന്നു. അവരെ മറ്റേ ബോഡിയോട് കൂടി കിട്ടിയതും ചിഹ്നം ചിതറിയ ആ രൂപത്തിൽ കിട്ടിയതും ഇന്നും തിരച്ചിൽ നടത്താൻ വേണ്ടി ഒരു സെറ്റപ്പ് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ള ആ ഒരു വാർത്തയും കേൾക്കാൻ ഇടയായി. അങ്ങനെയാണെങ്കിൽ ആ മണ്ണിൽ ആഴ്ന്നു പോയിട്ടുള്ള ആ മനുഷ്യരൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ആ ഒരു സ്വപ്നം കണ്ട് ജീവിച്ചിരുന്ന ആളുകളൊക്കെ ആയിരിക്കും. അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു അർഹതപ്പെട്ട കാര്യങ്ങൾ ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ വേണ്ടി അവരുടേതായിട്ടുള്ള കുടുംബങ്ങളും ഇല്ല, അതല്ലെങ്കിൽ അവരുടെ സഹപാഠികളില്ല എന്നുള്ള ആ ഒരു രീതിയിലാണ്, ഒറ്റപ്പെട്ട രൂപത്തിലാണ് ആ ഒരു മണ്ണിടിച്ചിലിൽ അമർന്നു പോയ നമ്മുടെ സഹോദരങ്ങൾ. വെറും അർജുന്റെ വിഷയവുമായി മാത്രം കേരളത്തിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ പൊട്ടിപ്പുറപ്പെടുന്നു മനാഫ് അർജുൻ, മനാഫ് അർജുൻ. എന്തുവായത്? നിങ്ങളൊക്കെ എന്താ ധരിച്ചു വെച്ചിട്ടുള്ളത്? മനാഫ് എന്താ ഊളനാണെന്നാ വിചാരിച്ചത് നിങ്ങളെ കുടുംബത്തിന് ആ ഒരു ഡെഡ് ബോഡി നിങ്ങളെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് മനാഫ് തന്നെയാണ് കാരണം. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ ഏതോ എവിടെയോ കൊണ്ടു കൊടുത്ത ഒരു അപേക്ഷയുടെ ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടല്ല. അവര് അവിടെ നിന്ന് സ്റ്റാർട്ടായി നിന്നത് കൊണ്ടാണ് കർണാടക പോലീസ് അതല്ലെങ്കിൽ കർണാടക ഗവൺമെന്റിന് തന്നെ സത്യസന്ധമായിട്ടുള്ള ഒരു രീതിയിൽ ആ ഡ്രഡ്ജർ കൊണ്ടുവന്ന് ആഴക്കടലിൽ മാന്തുന്ന ആ സാധനമാണതൊക്കെ. അങ്ങനെയുള്ള സാധനം കൊണ്ടുവന്ന് അവിടെ നിന്ന് ആ ഒരു വാഹനവും എടുത്ത് അർജുന്റെ ബോഡിയും എടുത്തെങ്കിൽ അതിന് കാരണക്കാരൻ മനാഫ് തന്നെയാണ്. മനാഫിന്റെ ഉറച്ച വിശ്വാസമായിരുന്നു അർജുൻ ആ ഗംഗാവാലിപ്പുഴയിൽ ഉണ്ട്, എൻ്റെ വാഹനത്തിന്റെ ആ ഒരു ക്യാബിൽ ഉണ്ട് എന്ന് തറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വാഹനവുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുമാത്രമല്ല അർജുനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോ അവരുടെ വീട്ടുകാർ വളരെ മോശമാക്കുന്ന രൂപത്തിലാണ് മനാഫിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അത്രേ അർജുന്റെ പേര് വെച്ച്. അതിന് അർജുന്റെ പേര് വെച്ചതിന് ഇവർക്ക് എന്താ? അർജുൻ എന്ന് പറയുന്നത് ഈ അർജുൻ മാത്രമാണോ ഉള്ളത്? അതുപോലെ എത്രയോ അർജുന്മാരുണ്ട്. അവർക്കെന്താ ആ പേര് സ്വീകരിച്ചൂടെ? ഇപ്പൊ എൻ്റെ പേര് അബ്ദുൽ ഗഫൂർ എന്നാണ്. എൻ്റെ പേരെന്താ മറ്റു മതസ്ഥർക്ക് സ്വീകരിച്ച് ഒരു സ്ഥാപനങ്ങൾക്കോ അതല്ലെങ്കിൽ വാഹനങ്ങൾക്കോ പേരിട്ടുകൂടെ? അപ്പൊ നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? ഇനി ആ യൂട്യൂബ് ചാനൽ മറ്റേ അർജുന്റെ പേര് പറഞ്ഞ് ആ ഒരു ദയ പിടിച്ചു പറ്റി പണം സമ്പാദിക്കാൻ വേണ്ടി തുറന്നു വെച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന് ധരിച്ചു വെച്ചോ? മനാഫിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടാകും, അതല്ലെങ്കിൽ വാഹനത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടാകും, അതല്ലെങ്കിൽ അവർ ചെയ്യുന്ന തൊഴിലിന്റെ ആ മേഖലയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ ആ മരങ്ങളെ കുറിച്ചും അതല്ലെങ്കിൽ ലോഡ് ചെയ്യുന്ന മറ്റ് സാധനങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടായിരിക്കും അത് തുറന്നിട്ടുണ്ടാകുക. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു സി പി എമ്മിൽ നിന്നും ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ ആ നാട്ടിൽ പ്രധാനപ്പെട്ട രൂപത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്മാരകം അവിടെ പണിയും. ഇപ്പോൾ എൻ്റെ നാട്ടിൽ നസീർ സ്മാരകം എന്ന് പറഞ്ഞിട്ട് അവിടെ യുവധാരയുടെ ഒരു CPM-ന്റെ വലിയൊരു ഓഫീസ് ഉണ്ടായിരുന്നു, നസീർ സ്മാരകം. എല്ലാ വർഷവും ആ നസീറിന്റെ പേരിലാണ് അവിടെയുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പ്രദേശത്തുള്ള പാവങ്ങൾക്ക് അരി വിതരണവും അതുപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാമഗ്രിക സാധനങ്ങളും കൊണ്ടുകൊടുക്കുകയും പണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. അത് CPM-ന്റെ ഫണ്ടിൽ നിന്നല്ല. അപ്പൊ CPM-ന്റെ ആ ഒരു ഭാഗം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ചെറുപ്പക്കാരുടെ കൈകളിൽ നിന്നാണ് ആ ഒരു ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് നസീർ സ്മാരകത്തിന്റെ ആ ഒരു വർഷം അവർ ഓർമ്മയായിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ സ്പോട്ടിലുമുണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ. അപ്പോ അർജുന്റെ പേര് പറഞ്ഞ് ഇനി മനാഫ് ആ ഒരു പ്ലാറ്റ്ഫോം തുറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹകരണങ്ങളും ഈ നാട്ടിലുള്ള ഈ കേരളത്തിലുള്ള മലയാളികൾ അതല്ലെങ്കിൽ കർണാടകത്തിലുള്ള മലയാളികൾ, നിങ്ങൾ വിചാരിക്കും
കേരളത്തിൽ മാത്രമേ മലയാളികളുള്ളൂ എന്നല്ലേ, മലയാളം സംസാരിക്കുന്നവർ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റാണ്. അപ്പോ മലയാളികളായിട്ടുള്ള ആളുകൾ, അർജുന്റെ വിഷയം കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനാഫിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകും. കാരണം ഒരു കുടുംബത്തിന് വേണ്ടി രാവുമില്ല പകലുമില്ലാതെ കഷ്ടപ്പെട്ട് ആ കുടുംബത്തിൽ നിന്നും മാസങ്ങളോളം കാണാതായ അർജുനു വേണ്ടി ആ പുഴയുടെ തീരങ്ങളിലും അതല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലും ഓടി ചാടി നടന്ന് ആ വ്യക്തിയെ മരണപ്പെട്ട് എന്നുണ്ടെങ്കിലും അതൊരു ജീവനുള്ള മനുഷ്യന് തുല്യമായിട്ട് തന്നെ സ്നേഹിച്ചുകൊണ്ടാണ് ആ ഒരു അർജുന്റെ ആ ഒരു ശരീരം അവരുടെ വീട്ടുകാർക്ക് കൊടുക്കുന്നത് തന്നെ. അതിന്റെ പിന്നാമ്പുറം എത്രമാത്രം ഈ ഗവൺമെന്റുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്കൊക്കെ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഈ വിഷയങ്ങൾ ഇത്തരം രൂപത്തിൽ ചർച്ച ചെയ്ത് ആ മനാഫിനെ ഒന്നിനും പറ്റാത്ത രൂപത്തിൽ സംസാരിക്കുന്നത്? ഒരു കേരളത്തിൽ നന്ദിയില്ലാത്ത ഒരു കുടുംബമുണ്ടെങ്കിൽ ഇപ്പോ അർജുന്റെ കുടുംബമാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ ഇടയായി കൊണ്ടിരിക്കുകയാണ്. കാരണം അർജുന്റെ ആ കുടുംബക്കാർ ഏതൊക്കെ രൂപത്തിലാണ് മനാഫിനെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. മറ്റ് ചിലർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും. കാരണം ആ സപ്പോർട്ട് ചെയ്യുന്നത് മറ്റ് ചിന്താഗതിയിലൊന്നല്ല. മനാഫ് ഒരു കാര്യം പറഞ്ഞു, എൻ്റെ മക്കൾ വളരുന്ന പോലെ തന്നെ അർജുന്റെ കുട്ടിയും വളരും എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെടുത്തി അത് മറ്റൊരു മത സ്വഭാവമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അതല്ലാതെ ആ വ്യക്തി ഉള്ളിൽ നിന്നാണ് അതെന്റെയും ഒരു കുഞ്ഞാണ് എന്നുള്ള ആ ഒരു രൂപത്തിൽ ആ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വന്നത്. കാരണം ആ കുഞ്ഞിനെ ഇനി പഠിപ്പിച്ച് വലിയ ഒരു ആളാക്കി മാറ്റാൻ അവർക്ക് ആരും സഹായത്തിനില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് മനാഫ് കൊടുത്തെങ്കിൽ അത് അവരുടെ മനസ്സാണ്. അത് വായിക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ത് മരമണ്ടന്മാരാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയും. ഇപ്പൊ ഇന്ന് അവരുടെ വൈഫും അതുപോലെ തന്നെ വേറൊരു അളിയനോ ആരോ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഞാൻ കണ്ടു. അപ്പോ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങി ഞങ്ങളെ പരിഹസിക്കാൻ രൂപത്തിൽ ആണ് അങ്ങനെ തുറന്നു വെച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. എന്ത് വൃത്തികെട്ട സംസാരമാണ് ആ സംസാരിക്കുന്നത്. ഇതൊരു മതവൽക്കരിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു രീതിയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം മനാഫ് ഒരു മുസ്ലിമാണ്. അപ്പൊ ആ മുസ്ലിമിന്റെ കയ്യിൽ നിന്നും ഒരു ചില്ലിക്കാശ് പോലും ഞങ്ങൾ വാങ്ങിക്കില്ല, ഞങ്ങൾക്ക് ആ പണവും വേണ്ട, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറ്റു ചിലരുണ്ട് പിന്നാമ്പുറം. അതുകൊണ്ടാണ് മനാഫിനെ ഇപ്പോ ചവിട്ടിത്തേക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും ആ മനാഫിന്റെ കയ്യിൽ നിന്ന് ഒരു നേരമെങ്കിലും നിങ്ങൾ കൈനീട്ടി അവരെ കയ്യിൽ നിന്നും ഒരു 10 രൂപ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയോട് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം നിങ്ങളുടെ മകൻക്ക് വേണ്ടി, അതല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി, അതല്ലെങ്കിൽ നിങ്ങളുടെ ജ്യേഷ്ഠന് വേണ്ടി, അതല്ലെങ്കിൽ നിങ്ങളുടെ മകന് വേണ്ടി എന്താ ഇത്? നമ്മുടെ മുണ്ടക്കൈ ചൂരൽമലയിൽ ആ മരണപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊന്നും ആരും പ്രയത്നിച്ചിട്ടില്ല. ഈ കേരളക്കര കണ്ടതാണ്. ഒരു വ്യക്തിക്ക് എന്നുള്ള രൂപത്തിൽ ആരും പ്രയത്നിച്ചിട്ടില്ല. അവിടെ ആണ്ടുപോയിട്ടുള്ള ആ മണ്ണിൽ ആണ്ടുപോയിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. അവരെ ജീവനോടെയാണെങ്കിലും അവരുടെ ശരീരമാണെങ്കിലും നമുക്ക് കിട്ടിയേ മതിയാകൂ എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി തന്നെയാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലൊക്കെ അത്രയും ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയ മലയാളികളായിട്ടുള്ള, അവിടെ മതമോ അതല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് എത്രയോ ആളുകളെ ആ ഒരു പുഴ ആ ഒരു മുണ്ടക്കൈ ചൂരൽമലയിൽ ഒഴുകി വന്ന ആ ഒരു വെള്ളത്തിൻ്റെതായിട്ടുള്ള ആ ചളിയിൽ നിന്നും പൊക്കിയെടുത്തത് എത്രയോ ആളുകളെ രക്ഷപ്പെടുത്തി. ഇങ്ങനെയൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളികളെ നിങ്ങൾ മോശമാക്കി സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്രമാത്രം നന്ദിയില്ലാത്ത ആളുകളായി മാറുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് ആളുകൾ മനാഫിനെ ആ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമലയുടെ ആ ഉരുൾപൊട്ടൽ നടക്കുന്നതിന്റെ മുൻപായിട്ട് അർജുന്റെ വിഷയങ്ങളാണ് തിളങ്ങി നിന്നിരുന്നത്. തിളങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ അർജുനെ എത്രയും പെട്ടെന്നും ആ പുഴയിൽ നിന്നും കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അവിടെ തിരച്ചിൽ നടത്തിയിരുന്ന ആളുകളൊക്കെ പിന്നീട് വയനാട്ടിലേക്ക് ഓടുകയാണ് ഉണ്ടായത്. അവിടെ നിന്നും
മാസങ്ങൾക്ക് ശേഷമാണ് അർജുന്റെ വാഹനവും അതുപോലെ തന്നെ അർജുന്റെ ആ ഒരു ശരീരവും ഒക്കെ കിട്ടുന്നത്. അതുവരെയും ഈ മനാഫ് ആ ഒരു ഗംഗാവാലി പുഴയുടെ തീരങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ എവിടെയായിരുന്നു? നിങ്ങൾ കുടുംബം എന്ന് പറയുന്ന ആളുകളൊക്കെ എവിടെയായിരുന്നു? ഇന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും നാവ് പൊങ്ങുന്നുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെയാണ് കാരണം. ആ വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സഹോദരൻ, അതല്ലെങ്കിൽ മകൻ, അല്ലെങ്കിൽ ഭർത്താവ്, ആ അർജുൻ എന്ന് പറയുന്ന സഹോദരനെ ഗംഗാവാലി പുഴയിൽ നിന്നും ഒരു കാലത്തും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് വളരെ ഉറപ്പ് തന്നെയാണ്. കാരണം കർണാടക ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെയുള്ള മലയാളികളെ പോലെയുള്ള ആളുകളാണോ കർണാടകക്കാരെന്ന് വിചാരിച്ചോ? അവര് സ്നേഹസമ്പന്നരൊക്കെ തന്നെയാണ്. പക്ഷെ മലയാളികളെ പോലെ അങ്ങനെ ഐക്യത്തിൽ നിന്നുകൊണ്ട്, ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു കാര്യത്തിൽ അവര് മുന്നിട്ടിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും പല രീതിയിലുള്ള ജോലികളും മറ്റ് ഇതൊക്കെ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു മലയാളികളെ പോലെ കൂട്ടായ്മയോട് കൂടി നിന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ അവർ ഒരിക്കലും തയ്യാറാകില്ല. ആ കർണാടകക്കാരുടെ മനസ്സ് ഇളക്കിക്കൊണ്ട് ആ നദിയിൽ വന്ന് അവരുടെ വാഹനവും അതുപോലെ തന്നെ അർജുനെയും പൊക്കിയെടുക്കാൻ വേണ്ടി കാണിച്ച ആ ഒരു ആർജവം കേരളക്കര മൊത്തം കണ്ട വിഷയം തന്നെയാണ്. എന്തായാലും ഒരു നന്ദിയില്ലാത്ത കുടുംബം എന്നുള്ള ഒരു പേര് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഷ. ഇപ്പോ ഞാനിവിടെ തമ്പനയിൽ